ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്നിവിടെ ഒരു ഗ്രേപ്പ് ജ്യൂസിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. കറുത്ത മുന്തിരി ഉപയോഗിച്ച്, കുരുള്ള മുന്തിരി വേണം കേട്ടോ, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് മധുരം ഇട്ടിട്ട് എടുത്ത് വയ്ക്കാം, ഇടാണ്ട് എടുത്ത് വയ്ക്കാം. ഇടാണ്ട് എടുത്ത് വെച്ചാൽ കുറച്ചുകൂടി അധികം കാലം ഇരിക്കും. നമ്മൾ ആവശ്യാനുസരണം മധുരം ഇട്ട് ഉപയോഗിച്ചാൽ മതി, അതായിരിക്കും കൂടുതലും നല്ലത്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ വളരെ കാലം ഇരിക്കുന്നതായിരിക്കും, ഒരു കേടും കൂടാണ്ട്. അപ്പോൾ നമ്മളിതാ കറുത്ത മുന്തിരി ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ലോണം ഒരു 10-15 മിനിറ്റ്, മാക്സിമം ഒരു 20 മിനിറ്റൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ വെള്ളത്തിലും നന്നായി കഴുകിയെടുക്കുക. കാരണം അത്രയ്ക്കധികം മരുന്നടിച്ചിട്ടുണ്ടാവും കറുത്ത മുന്തിരിയിൽ. അപ്പോൾ നമ്മളത് നല്ലോണം നോക്കി, കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതല്ലേ, അപ്പോൾ നല്ലോണം കഴുകിയെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ പാത്രം ഉണ്ടാവില്ലേ, അരിക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലിട്ടിട്ട് നല്ലോണം വെള്ളം വാർന്ന് എടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര കിലോ മുന്തിരി ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം, മുന്തിരിയുടെ ഒപ്പം വെള്ളം നിൽക്കുന്ന പോലെ നമ്മളൊരു ചെമ്പ് ഗ്യാസിൽ വെച്ച് അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ട് നമ്മളൊപ്പം വെള്ളം ഒഴിച്ച് മുന്തിരി അതിലിട്ടിട്ട് നല്ലോണം തിളപ്പിക്കും. അതായത് നമ്മൾ വേറെ ഒന്നും അതിൽ എക്സ്ട്രാ ചേർക്കുന്നില്ല, വെറും വെള്ളവും ഈ മുന്തിരിക്ക് മാത്രമാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ലോണം സിമ്മിലിട്ടിട്ട് നല്ലോണം തിളപ്പിക്കുക. നല്ലോണം തിളപ്പിച്ചിട്ട് അതിൽ നിന്ന്, കുരുവിൽ നിന്ന് മുന്തിരിയുടെ ഇതൊക്കെ ഇറങ്ങിപ്പോണം. കുരുവും ഇതും വേറെ വേറെ കിടക്കുന്ന പോലെ പരുവത്തിലാവണ വരെ നമ്മളത് തിളപ്പിക്കണം. ഗ്യാസ് ഇടയ്ക്ക് നമ്മളൊന്ന് കൂട്ടിക്കൊടുത്ത് നല്ലോണം പുറത്ത് പോകാത്ത വിധം നമ്മൾ ഇളക്കി കൊടുത്ത് നല്ലോണം തിളപ്പിച്ച് രണ്ടും സെപ്പറേറ്റ് ആവണ വരെ, അതായത് ഈ വെള്ളത്തിൽ മുന്തിരിയുടെ എല്ലാ സത്തും ലയിക്കണ വരെ നമ്മൾ അത് തിളപ്പിച്ചിരിക്കണം. എന്നിട്ട് നല്ലോണം പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ കുരുന്ന് ആ മുന്തിരി വേർപ്പെടണം, അതാണ് കറക്റ്റ് പാകം. അങ്ങനെ ചെയ്തിട്ട് നമ്മളതൊരു അരിപ്പയിൽ അല്ലെങ്കിൽ അരിക്കണ പാത്രം എന്തായാലും അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം എല്ലാ ജ്യൂസും അതിനുള്ളിൽ നിന്ന് വേർതിരിക്കണ പോലെ അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല ഒരു മുന്തിരിയുടെ സിറപ്പാണ് കിട്ടുക. അത് നമ്മൾ ഒന്നുകിൽ നമുക്കത് കുറച്ച് നല്ലോണം തണുത്തിട്ട് ഉപയോഗിക്കാവൂ. ആ ചൂടുള്ള സിറപ്പ് നല്ലോണം തണുക്കാൻ വച്ചതിന് ശേഷം മാത്രം നമ്മളത് ഒരു ഗ്ലാസ്സിൽ കുറച്ച് തണുത്ത വെള്ളമോ ഐസ് ക്യൂബ്സോ ഇട്ടിട്ട് അതിനുള്ള പഞ്ചസാര മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു ചൂടത്തിനൊക്കെ കയറി വരുമ്പോൾ നമുക്കത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ മധുരം ഇട്ടിട്ടും വയ്ക്കാം, മധുരം ഇടാതെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കാലം അത് ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക. അപ്പോൾ ശരി കേട്ടോ, താങ്ക് യു.